വാക്കിംഗ് ത്രൂ എ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൽ പല പല കാര്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ബലൂൺ വിൽക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളർഫുൾ സ്ട്രീറ്റിൽ കൂടെയാണ് അയാൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് ഹീസ് വെരി വീക്ക്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഇരിക്കുക. അപ്പൊ ഈ പറയുന്ന അതിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എന്നാൽ അതേസമയം ഒരു കുഞ്ഞു കുട്ടി ആ സ്ട്രീറ്റിലൂടെ വാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ നിത്യേനെ കാണുന്നതുമാണ്. കുട്ടികൾക്ക് ബലൂൺ ആയാലും ഐസ്ക്രീം ആയാലും ദേ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്. സോ ഇതുപോലെയാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു റെസ്റ്റിലിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ദി ഓൾഡ് മാൻ, ആ പാർട്ടിക്കിളില് യാതൊരു തര ഫോഴ്സും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഒരു മൂവിംഗ് ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, the moving charge means it has the kinetic energy, that means it's very energetic like the child. അതില് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡില് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് പറയാൻ സാധിക്കും. ആ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പഠിച്ചത്. അത് ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഏവർക്കും ടീം അബ്സ്ട്രാക്ടേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇൻടു ദി പ്ലെയിൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ പെർപെൻഡിക്കുലാർ ഡിറക്ഷൻ. അതായത് ഫീൽഡ് ഈ ഡിറക്ഷൻ ആണെങ്കിൽ പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. സോ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? The field is into the plane and the particle is moving in this direction. So ആ പാർട്ടിക്കിളില് അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് upward direction which is perpendicular to the velocity. അപ്പോ ഇതിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു പാർട്ടിക്കിളില് ഇങ്ങനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിന്റെ ഡിറക്ഷനില് ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ പോകുന്ന ഒരു പാർട്ടിക്കിൾ അതില് ഇങ്ങനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ദാറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഇതില് മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പോ പാർട്ടിക്കിള് എങ്ങനെ മൂവ് ചെയ്യും? പാർട്ടിക്കിൾ വിൽ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. അപ്പോ ഇപ്പോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഈ ഡിറക്ഷനിലാണ്. അപ്പൊ ഇനി ഇതിന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. വീണ്ടും ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ദാറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ. അങ്ങനെ പാർട്ടിക്കിള് ഡിറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഡ്യൂ ടു ദി മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ഞാൻ ഈ ആരോസിനെ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാല് ഐ ഗെറ്റ് എ സർക്കുലാർ പാത്ത്. ഈ പാർട്ടിക്കിള് ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലായിടത്തും
ഫോഴ്സ് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് കാണാൻ സാധിക്കും ദ പാർട്ടിക്കിൾ ഇസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. എപ്പോഴാണ് കണ്ടീഷൻ എന്താണ്? വെൻ ദ പാർട്ടിക്കിൾ എൻറ്ററിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ഡിറക്ഷൻ, ഇൻ എ പെർപെൻഡിക്കുലർ ഡിറക്ഷൻ. സോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി സെന്റർ. സോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയൽ ഫോഴ്സ് ആണെന്ന് പറയാൻ സാധിക്കും. അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുള്ളത്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? നമ്മൾ കഴിഞ്ഞ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ് QVB സൈൻ തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. സോ തീറ്റ വിൽ ബി 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സൈൻ 90 1. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് QVB ആയിരിക്കും. ഈ ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപിറ്റൽ, ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യാനുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ പാർട്ടിക്കിള് സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ഇനി നമ്മുടെ പാർട്ടിക്കിളിന്റെ മാസ് ഞാൻ m ആണെന്ന് എടുക്കുന്നു, ചാർജ് Q ആണെങ്കിൽ എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്? mv²/r. ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സോ FB വിൽ ബി ഈക്വൽ ടു mv²/r. ഇനി ഇവിടുത്തെ FBയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് QVB ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു mv²/r. VB ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? QBR/m. ഇതാണ് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് റേഡിയസിന്റെ ഇക്വേഷൻ എഴുതിയാൽ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് റേഡിയസ് ഓഫ് ദിസ് സർക്കുലർ പാത്ത്? Radius R equal to mv/bq. Velocity QBR/m and the radius of the circular path through which the particle is moving due to the influence of this magnetic field, that is R equal to mv/bq. So velocity angular velocity തമ്മിലുള്ള relation v equal to r omega. And what is V? QBR/m. R cancel. Then omega equal to QB/m. ഈ ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു 2π/t. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് t ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2π/ഒമേഗ. ഇനി എന്താണ് ഒമേഗ? QB/m. അങ്ങനെയാണെങ്കിൽ 1/ഒമേഗ ഇതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് m/QB. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് t ഈക്വൽ ടു 2πm/QB. Next question, what is the kinetic energy of the particle having velocity v? Kinetic energy equation നമുക്കറിയാം. kinetic energy equal to half mv². ഇവിടെ v velocity എന്ന് പറയുന്നത് QBR/m ആണ്. Substituting the value of velocity, then we get half m into q² b² r² divided by m². m cancel. Then kinetic energy equal to q² b² r² divided by 2m. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സിന്റെ റിലേഷൻ ആയിരിക്കും ചോദിക്കുന്നത്.
ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ബി. ഇപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവയെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. സോ ഇവിടെ ക്യൂവും എമ്മും കോൺസ്റ്റന്റ് ആണ്. ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചാർജും മാസും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇനി വേരിയബിൾ ആയിട്ടുള്ളത് റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിനെ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ വിയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോ പാർട്ടിക്കിള് ഹൈ സ്പീഡിന് മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി അടുത്ത ആറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തിനെ കോൺസ്റ്റന്റ് ആക്കണം? ബിയെ കോൺസ്റ്റന്റ് ആക്കണം. ബിക്കോസ് എം ആൻഡ് ക്യൂ ആർ ഹിയർ കോൺസ്റ്റന്റ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആറും ബിയും തമ്മിലുള്ള റിലേഷൻ? As the velocity of the particle increases, the radius of the circular path also increases. പാർട്ടിക്കിൾ ഹൈ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് മൂവ് ചെയ്യുന്ന സർക്കുലാർ പാത്തിന്റെ റേഡിയസും വലുതായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാർജ് സർക്കുലാർ പാത്തിലൂടെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത് ഫോർ എ ഹൈ വെലോസിറ്റി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ഈ പറയുന്ന ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവയെ എന്താക്കി വെക്കണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഇനി നമ്മൾ ടൈം പീരീഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു ചെറിയൊരു സർക്കിളിൽ കൂടി ടൈം പീരീഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സർക്കിള് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ലാർജ് സർക്കിളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കരുതും എന്താണ്? അതിന് കൂടുതൽ ടൈം പീരീഡ് വേണം. അതായത് ഒരു ചെറിയ സർക്കിള് റൊട്ടേറ്റ് ചെയ്ത് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഒരു ലാർജർ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എടുക്കും. ദാറ്റ് മീൻസ് ദ ടൈം പീരീഡ് വേരീസ് അക്കോർഡിംഗ് ടു ദി റേഡിയസ്. പക്ഷേ നമ്മൾ ഈ ഒരു റിലേഷൻ കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാകും ദ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റേഡിയസ്. അതായത് ടൈം പീരീഡ് റേഡിയസിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഒരു ചെറിയ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു വലിയ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാനായാലും ഒരു പാർട്ടിക്കിൾ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇതാ ഈ റിലേഷനിലോട്ട് വരേണ്ടി വരും. നമുക്കറിയാം റേഡിയസ് കൂടുകയാണെങ്കിൽ ആരും കൂടും? വെലോസിറ്റിയും കൂടും. റേഡിയസ് കുറയുമ്പോൾ വെലോസിറ്റിയും കുറയും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ടൈം പീരീഡിന് വേരിയേഷൻ വരാത്തത്. ഈ ചെറിയ റേഡിയസിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും അതിനനുസരിച്ച് കുറവായിരിക്കും. എന്നാൽ വലിയൊരു റേഡിയസിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയൊരു റേഡിയസ് ഉള്ള സർക്കുലാർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ വലിയ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ദ പാർട്ടിക്കിൾ ഇൻ ദിസ് സർക്കുലാർ പാത്ത് ഓൾസോ cover the same time period, capital T. So ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ, ഒരു മൂവിംഗ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ എന്തൊക്കെയാണ്, അതിന്റെ മോഷൻ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതുമായി ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇവയുടെ റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന തിയറിയുടെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ ആണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. സൈക്ലോട്രോൺ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് തിയറി. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൈക്ലോട്രോൺ എന്താണെന്ന് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരേക്കും നന്ദി.